നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിദാരുണമായ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സംഭവം. കോട്ടയം MC റോഡിൽ അപകടം. മുളങ്കുഴയിൽ സ്കൂട്ടർ ലോറി ഇടിച്ച് വീട്ടമ്മ മരിച്ചു. ചിങ്ങവനം പോളച്ചിറ സ്വദേശിയായ രജനിയാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. ഭർത്താവ് ഷാനവാസിനൊപ്പം സ്കൂട്ടറിൽ സിമന്റ് കവല ഭാഗത്തേക്ക് വരികയായിരുന്നു ഇവർ. മുളങ്കുഴ ജംഗ്ഷന് സമീപത്ത് വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനെ ലോറി മറികടന്നു. ഇതിനിടെ നിയന്ത്രണം നഷ്ടമായി. തുടർന്ന് ഇവരുടെ വാഹനം ലോറിക്കടിയിലേക്ക് മറിഞ്ഞു. ഇവരുടെ ശരീരത്തിലൂടെ ലോറിയുടെ പിൻചക്രങ്ങൾ കയറി ഇറങ്ങുകയായിരുന്നു. രണ്ടുപേരുടെ ഹെൽമറ്റ് അപകടം ഉണ്ടായപ്പോൾ തന്നെ തലയിൽ നിന്ന് തെറിച്ചുപോയി. രജനിയുടെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രജനി മരിച്ചു എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവരുടെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവം അറിഞ്ഞ് ചിങ്ങവനം പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. റോഡിൽ നിറയെ രക്തം തളം കെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീടുള്ള കണ്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില CCTV ദൃശ്യങ്ങളുണ്ട്. അതിലേക്ക് എന്തായാലും അതിദാരുണമായ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രതി സുഗാന്തുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഇയാളുമായി പേട്ട പോലീസ് കൊച്ചിയിലെത്തിയാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത്. നെടുമ്പാശ്ശേരിയിൽ സുഗാന്തിന്റെ അപ്പാർട്ട്മെന്റിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. തിരുവനന്തപുരത്തുള്ള യുവതിയുടെ ഫ്ളാറ്റിൽ കഴിഞ്ഞ ദിവസം സുഗാന്തുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇതിനിടെ സുഗാന്തിനെ ചോദ്യം ചെയ്തതിനിടെ നൽകിയ മൊഴിയിലെ വിവരങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. സുഗാന്തിന്റെ മൊഴികളും പുറത്തു യുവതിയുമായി പലപ്പോഴും പിണങ്ങാറുണ്ടായിരുന്നുവെന്നും പിന്നീട് വീണ്ടും സൗഹൃദത്തിലാകുകയായിരുന്നുവെന്നും ചോദ്യം ചെയ്യലിൽ സുഗാന്ത് പോലീസിനോട് പറഞ്ഞു. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. യുവതി ആത്മഹത്യ ചെയ്ത ദിവസവും തങ്ങൾ വഴക്കിട്ടിരുന്നു. എന്നാൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം എന്താണ് എന്ന് അറിയില്ല എന്നാണ് സുഗാന്ത് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സുഗാന്ത് സുരേഷിനെ ജൂൺ 5 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ പ്രതിയെ എത്തിച്ച് അന്വേഷണം നടത്തും. സുഗാന്ത് സുരേഷിന് ലൈംഗിക ശേഷി പരിശോധനയും നടത്തും. മാർച്ച് 24-നാണ് തിരുവനന്തപുരത്ത് പേട്ടയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ IB ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകളുടെ മരണത്തിന് പിന്നിൽ സഹപ്രവർത്തകനായ സുഗാന്ത് സുരേഷാണെന്നും ഇയാൾ മകളെ ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തിരുന്നുവെന്നും ആരോപിച്ച് കുടുംബം പിന്നാലെ രംഗത്തെത്തിയിരുന്നു. പോലീസ് അന്വേഷണം തുടങ്ങിയതോടെ ഒളിവിൽ പോയ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതോടെ കഴിഞ്ഞ മാസം അവസാനം കീഴടങ്ങുകയായിരുന്നു പ്രതി. തിരുവനന്തപുരത്ത് എത്തിച്ച പ്രതിയെ 14 ദിവസത്തേക്ക് ആദ്യം കോടതി റിമാൻഡ് ചെയ്തിരുന്നു. സുഗാന്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിനിടയിൽ ഇയാളെ കസ്റ്റഡിയിൽ വിട്ടു. അതുമാത്രമല്ല, വിശദമായ ചോദ്യം ചെയ്യൽ നടന്നു. പ്രതി IB ഉദ്യോഗസ്ഥയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്ന തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നായിരുന്നു സുഗാന്ത് ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് കീഴടങ്ങാനെത്തിയത്. മാർച്ച് 24-നാണ് തിരുവനന്തപുരം പേട്ടയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ പത്തനംതിട്ട സ്വദേശിയായ IB ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവം അതീവ നടുക്കുന്നതായിരുന്നു. മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ സുഗാന്തിനെതിരെ തെളിവുകളടക്കം ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരികയായിരുന്നു. പ്രത്യേകിച്ച് സുഗാന്ത് ലൈംഗികമായും അതുപോലെ തന്നെ സാമ്പത്തികമായും പെൺകുട്ടിയെ ചൂഷണം ചെയ്തതിന്റെ തെളിവുകളടക്കം ഹാജരാക്കിയാണ് സുഗാന്തിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം രംഗത്ത് വന്നത്. അതായത് ഇവരൊന്നിച്ച് ജോലി ചെയ്തിരുന്നവരായിരുന്നു. ജോലി ചെയ്യുന്നതിനിടെ ഇവർക്കിടയിൽ ഒരു ബന്ധമുണ്ടാകുന്നു. ആ ബന്ധമാണ് പിന്നീട് പല രീതിയിലേക്കും കടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സുഗാന്ത് ഒരു പ്രതി തന്നെയാണ്. ഇയാൾക്കെതിരെ തെളിവുകൾ അടക്കം കിട്ടിയത് കൊണ്ട് തന്നെ ഇയാൾക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. പ്രത്യേകിച്ച് പോലീസ് ഒരുപാട് വിമർശനം നേരിട്ട ഒരു കേസ് കൂടിയാണത്. തുടക്കത്തിൽ ഈ കുടുംബം ഉന്നയിച്ച ചില ആരോപണങ്ങൾ ഗൗരവത്തിലെടുത്തിരുന്നുവെങ്കിൽ 2 മാസത്തിന് ശേഷമാണ് സുഗാന്ത് കീഴടങ്ങിയത്. അപ്പോൾ ഈ 2 മാസത്തെ ഒളിവ് ജീവിതം അയാൾക്ക് കിട്ടില്ലായിരുന്നു. അതായത് 2 മാസം ഒളിവിൽ പോകാൻ സുഗാന്തിന് കഴിയുമായിരുന്നില്ല. തുടക്കത്തിൽ പോലീസ് ഗൗരവകരമായിട്ട് ഈ വിഷയം എടുത്തിരുന്നുവെങ്കിൽ എന്നതടക്കമുള്ള വിമർശനങ്ങൾ പോലീസിനെതിരെ ശക്തമായിരുന്നു. തീർച്ചയായിട്ടും ഇയാള് വ്യാജ വിവാഹ കത്തുണ്ടാക്കി ഈ പെൺകുട്ടിയുടെ ഗർഭചിത്രം നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇതിനടക്കമുള്ള തെളിവുകളൊക്കെ ഈ പെൺകുട്ടിയുടെ പിതാവ് പോലീസിൽ ഹാജരാക്കിയിരുന്നു. തെളിവുകളടക്കമാണ് സുഗാന്തിനെതിരെ കുടുംബം രംഗത്ത് വന്നത്. ഇയാൾ ഈ പെൺകുട്ടിയുടെ പണം തട്ടിയെടുക്കുകയും മാത്രമല്ല
ഈ പെൺകുട്ടിയെ വളരെയധികം ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ രീതിയിലും ഇയാൾ പെൺകുട്ടിയെ ചൂഷണം ചെയ്തിരുന്നു. മാത്രമല്ല ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ഇരുവരും തമ്മിലുള്ള ഒരു ചാറ്റ് പുറത്തു വന്നിരുന്നു. ആ ചാറ്റിൽ നീ എപ്പോൾ മരിക്കും എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് സുഗാന്ത് പെൺകുട്ടിയോട് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ പെൺകുട്ടി ഇന്ന ദിവസം മരിക്കുമെന്ന് ഇയാളോട് മറുപടി പറയുന്ന ഒരു ചാറ്റ് അടക്കം പുറത്തു വന്നത് വളരെ നടുക്കുന്നതായി മാറിയിരുന്നു, വളരെ വേദനാജനകവുമായി മാറിയിരുന്നു. തീർച്ചയായിട്ടും ഈ പ്രതി ഇത്രത്തോളം ദിവസങ്ങൾ ഒളിവിലായിരുന്നപ്പോൾ അത് ഏറെ ആശങ്ക തീർത്ത ഒരു സംഭവമാണ്. അതായത് പെൺകുട്ടിക്ക് നീതി കിട്ടുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമായ സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ച് പ്രതിക്ക് ഇത്രയും ദിവസം കസ്റ്റഡിയിൽ അല്ലെങ്കിൽ ഒളിവിൽ ആയിരിക്കാൻ വേണ്ടി ആരുടെയൊക്കെയോ സഹായം പ്രതിക്ക് കിട്ടിയിരുന്നു എന്നതടക്കമുള്ള ഒരു ആരോപണങ്ങളും ഒക്കെ നിലവിൽ ശക്തമായിരുന്നു. എന്തായാലും ഈ പെൺകുട്ടിയെ മാത്രമല്ല മറിച്ച് മറ്റ് ചില പെൺകുട്ടികളെയും കൂടി ഇയാൾ ലൈംഗികമായും മാത്രമല്ല ഇത്തരത്തിൽ ചൂഷണം സാമ്പത്തികമായും ഒക്കെ ചൂഷണം ചെയ്തിരുന്നു എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ അന്വേഷണത്തിന് ശേഷം കണ്ടെത്തുവാൻ സാധിച്ചു. മാത്രമല്ല ഈ പ്രതിയുമായി ഇയാളുടെ വീട് ഈ ഒരു സംഭവത്തിന് ശേഷം, അതായത് പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു, അതിനുശേഷം ഇയാൾ വീട് പൂട്ടി മാതാപിതാക്കൾ ഉൾപ്പെടെ വീട്ടിൽ നിന്നും കാണാതായി. പിന്നീട് ഈ സുഗാന്തിന്റെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. മകൻ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഈ പ്രതിയെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം വ്യാപിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അവിടെയൊന്നും കണ്ടെത്താനാകാതെ തിരിച്ചു വരേണ്ട സാഹചര്യമുണ്ടായി. ഇയാളെ പിടികൂടിയ ശേഷം ഇയാൾ പറഞ്ഞത് ഇയാൾ പല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെയായി ഒളിവിലായിരുന്നു. മാത്രമല്ല ഇയാൾക്ക് ഒളിവിൽ പോകാൻ സഹായിച്ചത് അമ്മാവനാണ്. അമ്മാവനെയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഏറെ ഈ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ് ഏറെ വലഞ്ഞ ഒരു കേസാണ് ഈ IB ഉദ്യോഗസ്ഥരുടെ മരണവും സുഗാന്തിൻ്റെ അറസ്റ്റുമൊക്കെ ഏറെ നിർണായകമാണ്. എന്തായാലും ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്നൊരാവശ്യമാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് മകളെ ഇത്തരത്തിലൊരു ക്രൂരതയിലേക്ക് തള്ളിവിട്ട അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് തള്ളിവിട്ട അയാൾക്ക് സുഗാന്തിന് തീർച്ചയായിട്ടും തക്കതായ ശിക്ഷ കിട്ടണം എന്ന ഒരു ആഗ്രഹം ആ പെൺകുട്ടിയുടെ വീട്ടുകാർ മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചത് മകളുടെ കല്യാണത്തിന് വേണ്ടി കരുതിയിരുന്ന ഒരുപാട് സ്വർണവും പണവും ഒക്കെ ഉണ്ട്, പക്ഷെ അതെന്തായാലും നടക്കില്ലല്ലോ. അപ്പോൾ മകൾക്ക് നീതി കിട്ടാനെങ്കിലും അത് ഉപയോഗിക്കും എന്നതടക്കമുള്ള നിയമ പോരാട്ടം നടത്തും സുഗാന്തിനെതിരെ എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം പെൺകുട്ടിയുടെ പിതാവ് നേരത്തെ നടത്തിയിട്ടുണ്ട്. അത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഈ IB ഉദ്യോഗസ്ഥ തിരുവനന്തപുരത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോവുകയായിരുന്ന IB ഉദ്യോഗസ്ഥ ഫോൺ വിളിച്ച് നടക്കുകയായിരുന്നു. 8 സെക്കൻഡോളം അവസാനമായി IB ഉദ്യോഗസ്ഥ സംസാരിച്ചത് സുഗാന്തിനോടാണ്. പെട്ടെന്ന് ട്രെയിൻ വരുന്നു, ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടുന്നു, ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സുഗാന്തിനോട് എന്താണ് 8 മിനിറ്റോളം സംസാരിച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമായിരുന്നു. പ്രത്യേകിച്ചും ഈ ഒരു ഫോണ്, അതായത് ഈ IB ഉദ്യോഗസ്ഥരുടെ ഫോണ് ചിന്നിച്ചിതറിപ്പോയി. ഒരു ട്രെയിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തതിനിടയിൽ ഫോൺ നശിച്ചു പോയി. അതുകൊണ്ട് തന്നെ എന്താണ് ഇവർ തമ്മിൽ സംസാരിച്ചത്, അല്ലെങ്കിൽ ആ ഫോണിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തെളിവുകൾ കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരുന്നു. അതിന് ഒരുപാട് കാലതാമസം എടുത്തു അതിലെ ഫോണിലെ വിവരങ്ങൾ ശേഖരിക്കാൻ. മാത്രമല്ല ഈ പ്രതിയുടെ വീട്ടിൽ പലപ്പോഴായി പോലീസ് റെയ്ഡ് നടത്തുകയും ഈ വീട്ടിൽ നിന്ന് ഒരുപാട് രേഖകളും മറ്റും കണ്ടെത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ അന്വേഷണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും 2 മാസത്തിന് ശേഷമാണ് പ്രതി കീഴടങ്ങിയത് എന്നത് ഈ പ്രതിക്ക് ഇത്രയും കാലം ഒളിവിൽ പോകാൻ കഴിഞ്ഞു എന്ന ആ ഒരു ഗൗരവകരമായ തലത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. എന്തായാലും നിർണായകമായ ഈ കേസ് IB ഉദ്യോഗസ്ഥരുടെ മരണം, പ്രതി കീഴടങ്ങി, പ്രതിയെ ഇപ്പോൾ റിമാൻഡിലിട്ട് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ, ചോദ്യം ചെയ്യലിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്തിന് ആ പെൺകുട്ടി മരണത്തിലേക്ക് നയിക്കപ്പെട്ടു എന്നത് വലിയൊരു ചോദ്യം തന്നെ. പ്രത്യേകിച്ച് ഇവർ ലിവിങ് ടുഗദർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തനിക്കൊപ്പം ജീവിച്ചിരുന്ന ആ പെൺകുട്ടിയെ ഈ ഒരു ആദ്യം ജാമ്യത്തിന് ശ്രമിച്ചപ്പോൾ സുഗാന്ത് പറഞ്ഞത് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ്, ഞങ്ങൾക്കിടയിൽ വിള്ളൽ വീഴ്ത്തിയത് പെൺകുട്ടിയുടെ വീട്ടുകാരാണ് എന്നതടക്കമുള്ള ഒരു ആരോപണമൊക്കെ സുഗാന്ത് മുന്നോട്ട് വെച്ചിരുന്നു. ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി ചോദ്യം ചെയ്യലിൽ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നിർണായകമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.